ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല ദിവസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മൂഡ് ഇത്തിരി റെഡിയല്ല, ഇത്തിരി സാഡ് വൈബ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ. അപ്പോൾ പക്ഷേ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. മൺഡേ എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. നാളെ സാറ്റർഡേ ഞാൻ വീട്ടിൽ തിരിച്ചു പോകും. ഞാനിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ്. ഞാൻ ഫെബ്രുവരി 3 ലാസ്റ്റ് ഞാനൊരു വ്ളോഗില്ലേ, അത് സൺഡേ ആയിരുന്നു. മൺഡേ ഞാൻ ഇവിടേക്ക് തിരിച്ചെത്തി. മൺഡേ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ കസിൻ്റെ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി തിരിച്ച് വന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ട ആവശ്യം വരാണ്. അവിടെ ഈ ഒരു മൺഡേ, അതായത് ഫെബ്രുവരി 10 അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുൻപ് ഇന്ന് കുറച്ച് പ്രിപ്പറേഷനല്ല, പരിപാടി ഉണ്ട്. വേറെ ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഗ്ലാസ് വെച്ചിരുന്നു. ഇപ്പോഴേ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഗ്ലാസ് വെക്കാറില്ല. എനിക്ക് 2 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഒരു സൊല്യൂഷൻ ബാഗ്, ഒരു പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി എന്ന് പറഞ്ഞ പോലെ രണ്ടും എൻ്റെ മൂത്ത ഉണ്ണി ഒടിച്ചു. എനിക്ക് ഗ്ലാസ് ഇല്ലാണ്ട് എനിക്ക് തീരെ കണ്ണ് കാണില്ല. എനിക്ക് ഗ്ലാസ് ഇല്ലാണ്ട് ഒരു 10 അടി അപ്പുറത്തുള്ള ആളെ പോലും എനിക്ക് കാണില്ല. അതാണ് എൻ്റെ കണ്ണിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാളും നമുക്ക് അങ്ങനെ ഫംഗ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ ഇനി എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്, എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഗ്ലാസ് ഇല്ലാണ്ട് എനിക്ക് തീരെ കംഫർട്ടബിൾ ഇല്ല. ഞാനൊരു അറൗണ്ട് ഒരു 10-12 വർഷമായിട്ട് ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്ലാസ് ഇല്ലാണ്ട് പുറത്ത് പോവുക, ഒരു ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ പോകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പോയിട്ട് ഗ്ലാസ് വാങ്ങും. ഞാൻ നാളെ തിരിച്ച് വീട്ടിലേക്ക് പോവും. മൺഡേ ചേട്ടൻ ഫംഗ്ഷന് വരുമ്പോൾ ചേട്ടൻ ഗ്ലാസ് കൊണ്ടുവരുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയി ഗ്ലാസ് വാങ്ങണം. പിന്നെ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണം. ഞാൻ ഒരുപാട് ഷോർട്ട്സ് ആയിട്ട് ഇടുന്നു, ത്രെഡ് ചെയ്യാൻ പോകണോ നടക്കണില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നെങ്കിലും ഒന്ന് പോയിട്ട് ത്രെഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ത്രെഡ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ അത്രയൊക്കെ തന്നെ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നും എനിക്ക് ഒരു വൈബ് സെറ്റ് ആവണില്ല. ഞാനങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ പകുതി വെച്ച് വേണ്ട, വോയിസ് ഓവർ ചെയ്യാം, ഓൺ വോയിസ് വേണ്ട, കാരണം അതിനുള്ളൊരു ഇത് കിട്ടണില്ല. പിന്നെ വിചാരിച്ചു വേണ്ട, നമ്മളിപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സാഡായിട്ടുള്ള വൈബിൽ തന്നെ ആ കംഫർട്ടിൽ ഇരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇപ്പോഴത്തത്. ഞാൻ കുളിച്ചില്ല, പുറത്ത് പോകണം. ഞാൻ കുളിക്കാനായിട്ടാണ് വന്നത്, പക്ഷേ കുളിച്ചില്ല. കുളിച്ച് കഴിഞ്ഞാൽ ഇനി മുടിയൊന്നും സെറ്റാവില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എണ്ണ തേച്ചിട്ട് ഒരു വിധത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ മുടി അവിടെ ഇരുന്നോട്ടെ, നമുക്കൊന്ന് റെഡി ആവാം. ഞാൻ ഇതുവരെ അതായത് 2 വർഷമായിട്ടുള്ള വ്ളോഗിങ്ങിൻ്റെ ഇതിലേക്ക് വന്നിട്ട് ഈ വീഡിയോസ് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഇന്നേ വരെ എൻ്റെ ഗ്രൂം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിരുന്നു. ഉണ്ണിയുടെ ചോറുകൊണ്ട് അന്നത്തെ ഒരു ഗ്രൂം ഞാൻ ചെയ്തിരുന്നു. അത് എനിക്ക് ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ബോറായിട്ടാണ് തോന്നുന്നത്. കാരണം ഭയങ്കര കാട്ടിക്കൂട്ടലാണ്, ഇങ്ങനെയൊക്കെ ആക്കിയിട്ട്. സോ ഞാനത് പ്രൈവറ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഇതായിരിക്കും ഈ ചാനലിൽ എൻ്റെ ഫസ്റ്റ് ഗ്രൂം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു മേക്കപ്പ് പേഴ്സൺ അല്ല. അതായത് എന്തെങ്കിലും എക്സ്ട്രാ എൻ്റെ ഫേസിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കേക്കി ആയിട്ട് തോന്നും. ഭയങ്കര എൻ്റെ ഞാൻ അല്ലെങ്കിൽ ഒരു ബ്രൗൺ സ്കിൻ ടോൺ ആണ്. അപ്പോൾ അതിൽ നിന്നും വീണ്ടും താഴേക്ക് പോയ പോലെ തോന്നും എനിക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതോട് ഞാൻ അങ്ങനെ അധികം മേക്കപ്പിലോട്ട് അങ്ങോട്ട് കിടക്കാറില്ല. ജസ്റ്റ് ഒന്ന് സ്കിന്നൊന്ന് ഒരു പ്രപ്പ് ചെയ്തെടുക്കാന്നൊക്കെ പറയില്ലേ, അതുപോലൊക്കെ ചെയ്ത് എൻ്റേതായിട്ടുള്ള സംഭവങ്ങളുണ്ട്. പ്രപ്പ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് എന്തൊക്കെയോ എൻ്റേതായ കുറച്ച് എനിക്കിട്ട വേറെ മിനിമലായിട്ട് തോന്നും എന്നുള്ള എൻ്റേതായ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യാറ്. എന്തെങ്കിലും ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ വിഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലാണ്ടായി മാറും. ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴൊന്നല്ല, ഞാൻ 12 വയസ്സിൻ്റെ ഉള്ളിലെ ടൈമിൽ നമുക്ക് മേക്ക് ബോക്സ് ആണല്ലോ. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട്, പ്രിയ. ആളുടെ അച്ഛനുണ്ട്, എൻ്റെ അങ്കിളാണ്. അപ്പോൾ ആൾ ഗൾഫിലായിരുന്നു. അപ്പോൾ ആൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ്റെ തന്നെ ചേട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, കണ്ണൂരായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ വന്നു. അപ്പോൾ ആൾ മേക്കപ്പ് ബോക്സ് കൊണ്ടിരുന്നു. എനിക്കും പ്രിയയ്ക്കും 2 മേക്കപ്പ് ബോക്സ് കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങ് ഫംഗ്ഷൻ നമ്മൾ ബസ്സിലൊക്കെ പോകണു. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർക്ക് പോകണു. അത്യാവശ്യം ലോങ് ആണല്ലോ. അപ്പോൾ അതൊക്കെ അയച്ച് നമ്മൾ ഫുൾ
ചെറിയ കുട്ടികളാണ്. എനിക്ക് 12 വയസ്സിൻ്റെ ഉള്ളിൽ, പ്രിയ അന്ന് അത്രയും 5 വയസ്സിൻ്റെ ഉള്ളിൽ പ്രിയ, അത്രയും 7-8 വയസ്സിൻ്റെ ഉള്ളിൽ പ്രിയ, അത്രയ്ക്കുള്ള പ്രിയ. ഞാൻ 12 വയസ്സിൻ്റെ ഉള്ളിൽ. എക്സാക്ട്ലി എത്രയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അറൗണ്ട് ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു ഏജാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഓൾറെഡി മേക്കപ്പ് ഒക്കെ ചെയ്ത്, അന്ന് മേക്കപ്പ് എന്ന് പറയാൻ ഒന്നുമില്ല, ജസ്റ്റ് പൗഡർ ഇടുക, കണ്ണ് പൊട്ടയ്ക്കാൻ ഇതൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഈ മേക്കപ്പ് ബോക്സ് ഒക്കെ പിടിച്ച്, അന്ന് എനിക്ക് ആ ബസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എനിക്ക് ആ മേക്കപ്പ് ബോക്സ് കയ്യിൽ കിട്ടുന്നത്, അങ്കിള് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാനും അവളും കൂടി ബാക്ക് സീറ്റിൽ നിന്നിട്ട് തൃശ്ശൂർ തൊട്ട് കണ്ണൂർ വരെ മേക്കപ്പായിരുന്നു. ആലോചിച്ച് നോക്കുക സ്ഥിതി. ഫുള്ള് മേക്കപ്പായിരുന്നു. ഫുള്ള് മേക്കപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ടച്ചപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ മേക്കപ്പ് ചെയ്ത് നമ്മൾ കണ്ണൂർ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ 2 പേരും ആൾക്കാർക്ക് മനസ്സിലാവില്ല, ആ ഒരു കോലായി. ഫുള്ള് ഓരോന്നൊക്കെ വെച്ച് തേച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ 2 പേരും മുഖം കഴുകിച്ചിട്ടാണ്, വീണ്ടും മുഖമൊക്കെ കഴുകി ഫ്രഷ് ആക്കിയിട്ടാണ് ഞങ്ങളെ അന്ന് ആ പരിപാടിക്ക് കൊണ്ടുപോയത്, ആ കല്യാണത്തിന് ഞങ്ങൾ ഇരുന്നത്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും എൻ്റെ അമ്മ അത് പറഞ്ഞ് എന്നെ കളിയാക്കും. സോ മേക്കപ്പിൻ്റെ സെക്ഷനിലോട്ട് ഞാൻ അങ്ങനെ പോകാറില്ല. എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ മേക്കപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ അടിപൊളിയായിരുന്നു. അത് ഈ ഒരു ചെറിയൊരു ഗ്രൂം പോലെ നമുക്ക് നോക്കാം. ഞാൻ ഒരുപാട്, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പൊതുവെ മേക്കപ്പ് ചെയ്യാറ് നോക്കാം. എൻ്റെ മിററൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, ഒരു കുഞ്ഞി മിററുണ്ട്, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. റീക്കലിൻ്റെ മോയ്സ്ചറൈസറാണ്. എൻ്റെ അങ്ങനെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്റ്റ് ഒന്നുമില്ല, കുറച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഗ്ലാസ് നോക്കിയിട്ടുള്ളതുകൊണ്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ന്യൂട്രോജനയുടെയാണ്. എനിക്കിത് വലിയ താല്പര്യമില്ല. ഞാൻ ഒരുപാട് സൺസ്ക്രീനൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡെർമാക്കോൻ്റെ ആണ്. പിന്നെ രണ്ടാമത്തെയാണിത് ഡെർമാക്കോൻ്റെ. ഇത് കണ്ടു, ഇങ്ങനെ വെള്ളം പോലെയാണ്. ഡെർമാക്കോൻ്റെ എനിക്ക് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഓയിലി ആക്കണ പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ എന്തൊക്കെയോ ഒരു സ്മെല്ലില്ലാത്തതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് എന്തോ പ്രശ്നം തോന്നി. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഡെർമോക്കോൻ്റെ, ഇത് ന്യൂട്രോജൻ്റെ. ഇത് ഭയങ്കര വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. സെയിം വേ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആക്കുന്നുണ്ട്. ഇത് വേഗം അബ്സോർബ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു മൈക്ക് വാങ്ങണം. അത് എനിക്ക് സൗണ്ട് എടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഒരു നാണക്കേട് പോലെ തോന്നുകയാണ്. താഴത്ത് ചേട്ടനും അമ്മയൊക്കെ ഉണ്ട്. ഞാൻ പതുക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് വേഗത്തിനൊരു മൈക്ക് സെറ്റാക്കണം. ഒന്നാമത് ഞാൻ വ്ളോഗ് എടുക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അതിനിടയിൽ കൂടെ ഞാൻ ഇല്ലാത്ത സമയത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ല ചേലായിരിക്കും, നല്ല പൂരായിരിക്കും. ബാക്കി കുറച്ചുണ്ട്. ഞാൻ എൻ്റെ റെസൊല്യൂഷൻസിനെ പറ്റി ഇപ്പോൾ പറഞ്ഞാലോ? ഏരിക്കും ഓക്കെ. ഇത് ഒലയുടെ ഒരു ക്രീമാണ്. ഇത് ഞാൻ ഡിഗ്രി തൊട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ ക്രീമാണ്. അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്കിത് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്ര വേണ്ടായിരുന്നു. അടുത്ത ലിപ്സ്റ്റിക് ഇടാൻ എന്തോ പോലെ. ഇത് ഞാനിപ്പോൾ ഈ അടുത്ത് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. മെബിലൈൻ്റെ മേഡീസി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്.
ഇത് ഒരു കോമ്പാക്റ്റ്. ജസ്റ്റ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് നിൽക്കണില്ലേ, അപ്പോൾ അതിന് അതായിട്ട് കൊടുക്കുന്ന ഒരു കോമ്പാക്റ്റാണ്. എൻ്റെ ഉണ്ണിയുടെ പണിയാണ്. എൻ്റെ ഷെയ്ഡല്ല, ഇത്തിരി പൊട്ട് കൊടുക്കാം. ഇനി വാച്ചിട്ട് കൊടുക്കാം. ഇനി കണ്ണ് വെറുതെ ഒന്നാണ് താഴത്ത് മാത്രം എഴുതി കൊടുക്കാം. കൊളായി. കണ്ണെഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറെന്ന് പറയണത്. പിന്നെ മുടി ഒന്ന് വെറുതെ ക്ലിപ്പിട്ട് കെട്ടിക്കൊടുക്കും. മുടി പോയിട്ട് ഞാൻ താഴത്ത് പോയിട്ട് ജസ്റ്റ് ഒരു ക്രാബിട്ട് കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പൊതുവെ മേക്കപ്പ് ചെയ്യാറ്. ജസ്റ്റ് ത്രെഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ബോറായിന്ന് കരുതുന്നുണ്ട്, ബോറായിന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വ്ളോഗ് എടുക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ സമയവും സന്ദർഭവും ശരിയല്ല. ഉണ്ണികൾ താഴത്ത് ബഹളം വയ്ക്കുന്നുണ്ട്. ബാക്കി ഞാൻ പോകുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കാം.